السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാന പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വചനം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. റഗിമ അൻഫു റജുൽ ദഖല അലൈഹി റമദാൻ ثم انسلخ قبل أن يغفر له. ഒരാൾക്ക് റമദാൻ വന്നു കിട്ടി, അയാളുടെ പാപം പുറത്തു നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നിന്ദിക്കപ്പെടട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിലെ കഴിഞ്ഞ ദിനരാത്രങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ നമുക്ക് മാപ്പാക്കി നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൽ ഏർപ്പെടുന്ന ഏതൊരു പ്രവർത്തനങ്ങൾക്ക് പിന്നിലും നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് ലക്ഷ്യമുണ്ട്, ഉറങ്ങുന്നതിന് നമുക്ക് ലക്ഷ്യമുണ്ട്, ജോലി ചെയ്യാൻ നമുക്ക് കാരണങ്ങളുണ്ട്, വാഹനമോടിക്കുന്നതിന് നമുക്ക് ലക്ഷ്യമുണ്ട്, വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലൂടെ നമ്മളൊരു ലക്ഷ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ കൊണ്ടും നമ്മൾ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകൾ കൊണ്ടും നമ്മളൊരു ലക്ഷ്യം കാണുന്നുണ്ട്. ആ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം കരഗതമാക്കുക എന്നതാണ്. മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ വിജയിക്കുക എന്നതാണ്
ആരാധനകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആരാധനകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ലക്ഷ്യം വെക്കുന്നവരോട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം, പുണ്യം ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ, ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ, പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവോടുള്ള ആരാധനയിൽ അവൻ ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അവൻ ചെയ്യുന്ന ആരാധനകളെല്ലാം അത് അള്ളാഹുവിന് മാത്രമായതാകണം. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ടാകണം മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ. ആലോചിക്കുക, ഈ രണ്ട് നിബന്ധനകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ രണ്ട് നിബന്ധനകൾ നമ്മുടെ പ്രവർത്തനത്തിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മളേവരും ആലോചിക്കുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും സൃഷ്ടിച്ചിട്ടുള്ളത് ലിയബ്ലുവകും അഹ്സനു അമല, മനുഷ്യരിൽ ആരാണ് ഏറ്റവും നന്നായി, ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ സൃഷ്ടിച്ചു. ആ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യനെ അറിയിച്ചു, ഈ ഭൂമിയോട് നീ വിട പറയേണ്ടി വരും. ഈ ഭൂമിയിൽ നിന്ന് വേർപിരിയുന്നൊരു ദിവസമുണ്ട്, മരണമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അറിയിച്ചു. മനുഷ്യനോട് നന്മകൾ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് അള്ളാഹു വിലക്കി. ഇനി ആര് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്കനുസൃതമായി ജീവിക്കുന്നോ അവർക്കിരുലോകത്തും അള്ളാഹുവിൻ്റെ അതിമഹത്തായ പ്രതിഫലമുണ്ടാകും. എന്നാൽ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്ക് വിപരീതമായിക്കൊണ്ട്, എതിരായിക്കൊണ്ട് ആരാണോ ജീവിക്കുന്നത് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഠിനമായ ശിക്ഷയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ആ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയാണ്. ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ഒരു പ്രവർത്തനം ഏറ്റവും നല്ല പ്രവർത്തനമായി കൊണ്ട് മാറുന്നത്? ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, അഹ്സനു അമല എന്ന് പറഞ്ഞാൽ അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും ഇഖ്ലാസുള്ള പ്രവർത്തനം, ഏറ്റവും ശരിയായ പ്രവർത്തനം, അതാണ് അഹ്സനു അമല. ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ അലി മാ അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും ഇഖ്ലാസുള്ള പ്രവർത്തനമെന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ശരിയായ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്നൽ അമല ഇദാ കാന ഖാലിസ വലം യകുൻ സ്വവാബ ലം യുഖ്ബൽ. ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്.
അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ആ പ്രവർത്തനം ചെയ്യുന്നത്. പക്ഷേ ആ പ്രവർത്തനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാത്ത പ്രവർത്തനമാണ്, പ്രവാചകൻ്റെ മാതൃകയില്ലാത്ത പ്രവർത്തനമാണ്. അങ്ങനെയാണെങ്കിൽ ലം യുഖ്ബൽ, ആ പ്രവർത്തനം അള്ളാഹുവിന് ആവശ്യമില്ല, ആ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുകയില്ല. നബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന ആളുകൾ, അവരാ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. അള്ളാഹുവിൽ നിന്നുള്ള പുണ്യം കൊതിച്ചുകൊണ്ടാണ് അവരതാഘോഷിക്കുന്നത്. പക്ഷേ ആ ഒരു ആഘോഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചു തരാത്തത് കൊണ്ട് ലം യുഖ്ബൽ, അത് അള്ളാഹു സ്വീകരിക്കില്ല. ആ പ്രവർത്തനം അള്ളാഹുവിന് ആവശ്യമില്ല. ശേഷം അദ്ദേഹം പറയുകയാണ്, വഇദാ കാന സ്വവാബ വലം യകുൻ ഖാലിസ ലം യുഖ്ബൽ. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു പ്രവർത്തനമാണ്, എന്നാൽ ആ പ്രവർത്തനം കൊണ്ട് അള്ളാഹു അല്ലാത്ത പലരെയുമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നതോടൊപ്പം മറ്റു പലരെയും അവൻ ലക്ഷ്യം വെക്കുന്നുണ്ട്, ഭൗതികപരമായ നേട്ടങ്ങൾ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലം യുഖ്ബൽ, ആ പ്രവർത്തനവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരങ്ങൾ, നാം നിർവഹിക്കുന്ന 5 നേരത്തെ നമസ്കാരം കൊണ്ട് നാം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണെങ്കിൽ അതിന് നമുക്ക് പുണ്യമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തോടൊപ്പം ജനങ്ങൾക്കിടയിലുള്ള സൽപ്പേര് നമ്മൾ മോഹിക്കുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്കിടയിലുള്ള നല്ല പേര് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലം യുഖ്ബൽ, ആ പ്രവർത്തനം അള്ളാഹുവിന് ആവശ്യമില്ല. നമ്മളിരിക്കുന്ന മതവിജ്ഞാന സദസ്സുകൾ, ആ സദസ്സുകൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ആളുകൾ എന്നെപ്പറ്റി നല്ലത് പറയണമെന്നതാണെങ്കിൽ, സൽകീർത്തി ആഗ്രഹിച്ചുകൊണ്ടാണ് മതവിജ്ഞാന സദസ്സുകളിൽ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ലം യുഖ്ബൽ, ആ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ട. ആ പ്രവർത്തനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകില്ല, പുണ്യം നൽകില്ല. ഹത്താ യകൂനു ഖാലിസൻ സ്വവാബ. അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനമെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രവർത്തനം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുമ്പോഴാണ് ഒരു പ്രവർത്തനം ഏറ്റവും നല്ല പ്രവർത്തനമായി കൊണ്ട് മാറുന്നത് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ പ്രവർത്തനം അത് ആത്മാർത്ഥമാണോ? ഇഖ്ലാസ് അടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളാണോ, കർമ്മങ്ങളാണോ നാം നിർവഹിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് ഒരു മസ്അല, ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുകയാണ്, അറഅയ്ത റജുലൻ ഗസാ യൽതമിസുൽ അജ്റ വദ്ദിക്ർ മാ ലഹു. പ്രവാചകരെ, ഒരു വ്യക്തി അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ ധർമ്മസമരം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്, അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പുണ്യമാണ്. അതോടൊപ്പം ജനങ്ങളുടെ പ്രശംസയും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. മാലഹു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന്, അദ്ദേഹത്തിൻ്റെ ജിഹാദിന് പ്രതിഫലമുണ്ടാകുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഷൈഅ ലഹു, അവനൊന്നും തന്നെയില്ല, ഒരു പ്രവർത്തനവും ഒരു പ്രതിഫലവും അവനില്ല. ആ വ്യക്തി വഅആദഹാ സലാസ മിറാർ, ആ ചോദ്യകർത്താവ് പ്രവാചകനോട് 3 തവണ ആവർത്തിച്ച് ചോദിച്ചു. തൻ്റെ മനസ്സിലുള്ള കാര്യത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം പറയുമോ എന്ന് നോക്കുവാൻ വേണ്ടി, താൻ മനസ്സിൽ വിചാരിച്ച കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 3 തവണ ആ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചു. 3 തവണയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ ഷൈ, ആ വ്യക്തിക്ക് ഒന്നും തന്നെയില്ല, അള്ളാഹുവിൽ നിന്ന് ഒരു പ്രതിഫലവും ആ വ്യക്തിക്കില്ല. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ
ഇല്ലാ മാ കാന ഖാലിസ വബ്തുഗിയ ബിഹി വജ്ഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്ന്, അള്ളാഹു പരിഗണിക്കുക എന്ന്, ആ പ്രവർത്തനങ്ങൾക്കാണ് അള്ളാഹു പുണ്യം നൽകുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. എന്നിട്ട് മഹാനായ സ്വഹാബി വര്യനോട് അദ്ദേഹം ചോദിക്കുകയാണ്, അംബിനി അമ്മാ അസ്അലുക അൻഹു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, അതിനെനിക്ക് ഉത്തരം പറഞ്ഞു തരണം. എന്നിട്ട് ആ ചോദ്യകർത്താവ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അറഅയ്ത റജുലൻ യുസല്ലി യബ്തഗി വജ്ഹല്ലാഹ് വയുഹിബ്ബു അൻ യുഹ്മദ്. ഒരു വ്യക്തി അവൻ നമസ്കരിക്കുന്നുണ്ട്, അവൻ്റെ നമസ്കാരം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൽ നിന്നുള്ള പുണ്യം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ജനങ്ങളുടെ പ്രശംസയും ജനങ്ങൾക്കിടയിലെ സൽകീർത്തിയും അവൻ കൊതിക്കുന്നുണ്ട്. വയസൂം വയബ്തഗി വജ്ഹല്ലാഹ് വയുഹിബ്ബു അൻ യുഹ്മദ്, അവൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ആ വ്രതം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ജനങ്ങളുടെ സൽകീർത്തിയും ജനങ്ങളുടെ പ്രശംസയും കൊതിക്കുന്നുണ്ട്. വയതസദ്ദഖ് വയബ്തഗി വജ്ഹല്ലാഹ് വയുഹിബ്ബു അൻ യുഹ്മദ്, അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, സ്വതക്കകൾ നൽകുന്നുണ്ട്. ആ ദാനധർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പുണ്യം അവൻ കൊതിക്കുന്നുണ്ട്. അതോടൊപ്പം ജനങ്ങളുടെ പ്രശംസയും അവൻ മോഹിക്കുന്നുണ്ട്. വയഹുജ് വയബ്തഗി വജ്ഹല്ലാഹ് വയുഹിബ്ബു അൻ യുഹ്മദ്, അവൻ ഹജ്ജ് ചെയ്യുന്നുണ്ട്. അവൻ ചെയ്യുന്ന ഹജ്ജ് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ പ്രീതിയും ജനങ്ങളുടെ പ്രശംസയുമാണ്. ഈ വ്യക്തിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമുണ്ടാകുമോ? ഈ വ്യക്തിയുടെ പ്രവർത്തനത്തിൻ്റെ അവസ്ഥ എന്താണ്? ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ചോദ്യകർത്താവിനോട് പറഞ്ഞു, ലൈസ ലഹു ഷൈ, അവനൊന്നും തന്നെയില്ല, അള്ളാഹുവിൽ നിന്ന് ഒരു പുണ്യവും അവനില്ല. അവൻ നിർവഹിച്ച നമസ്കാരം അത് വ്യർത്ഥമാണ്, അവൻ അനുഷ്ഠിച്ച നോമ്പ് അത് പാഴായി പോയതാണ്, അവൻ നൽകിയ ദാനധർമ്മങ്ങൾ സ്വതക്കകൾ അത് നിഷ്പ്രയോജനമാണ്, അവൻ ചെയ്ത ഹജ്ജ് അത് അള്ളാഹുവിന് ആവശ്യമില്ലാത്തതാണ്. ശേഷം അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ തആല യഖൂൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അന ഖൈറു ശരീക്, പങ്കുകാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഞാനാണ്, ആരാധിക്കപ്പെടുന്നവരിൽ ഏറ്റവും ഉന്നതൻ ഞാനാണ്. ഫമൻ കാന ലഹു മഈ ശരീക് ഫഹുവ ലഹു കുല്ലു ലാ ഹാജത ലീ ഫീ, എന്നോടുള്ള ആരാധനയിൽ, എനിക്ക് വേണ്ടിയുള്ള ഇബാദത്തിൽ ആരെയെങ്കിലും പങ്കുകാരാക്കിയാൽ, ആ ആരാധനയിൽ ആരെയെങ്കിലും പങ്കുകാരാക്കി കഴിഞ്ഞാൽ ഫഹുവ ലഹു കുല്ലു, ആ ആരാധന മുഴുവൻ, ആ കർമ്മം മുഴുവൻ ആ പങ്കാളിക്കുള്ളതാണ്. ലാ ഹാജത ലീ ഫീ, ആ പ്രവർത്തനം എനിക്കാവശ്യമില്ല, ആ പ്രവർത്തനത്തിന് എനിക്കാവശ്യമില്ല, അതിന് ഞാൻ പുണ്യം നൽകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ, ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ആ ചോദ്യകർത്താവിനെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ചോദിച്ച കാര്യം ചെറിയ കാര്യങ്ങളല്ല, നമസ്കാരമാണ്, നോമ്പാണ്, സ്വതക്കയാണ്, ദാനധർമ്മമാണ്, ഹജ്ജാണ്, ഏറെ പുണ്യമുള്ള പ്രതിഫലാർഹമായ കാര്യമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടപ്പോൾ, ഇഖ്ലാസിൽ വീഴ്ച വന്നപ്പോൾ ആ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ലാത്തതായി. അല്ലാഹുവിന് ആ പ്രവർത്തനം ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സകങ്ങളിൽ ആരാധനകൾ ചെയ്യുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സകങ്ങളിലുള്ള ചിന്ത, ആലോചന എന്താണെന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണോ അതല്ല ജനങ്ങളുടെ പ്രശംസയാണോ എന്ന് ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട്
പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പുണ്യമാണോ, അതല്ല ആളുകൾക്കിടയിലുള്ള സൽപ്പേരാണോ? നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങൾ, പാവപ്പെട്ടവർക്ക് നമ്മൾ നൽകുന്ന ഭക്ഷണം, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഒരുക്കി വെച്ച, അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലത്തെയാണോ, അതല്ല ആളുകളുടെ പ്രശംസയെയാണോ, അവർക്കിടയിലുള്ള സൽകീർത്തിയെയാണോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. പ്രവാചകൻ്റെ സ്വഹാബത്ത് ഏറ്റവും വലിയ ഫിത്നയായ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനേക്കാൾ, ഏറ്റവും വലിയ ഫിത്നയായ മസീഹുദ് ദജ്ജാലിനേക്കാൾ നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. സ്വഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ അതെന്താണ്? ആ പരീക്ഷണം, ആ ഫിത്ന എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അശ്ശിർക്കുൽ ഖഫി, ഗോപ്യമായ ശിർക്കാണ്. എന്നിട്ട് അതെന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ. അയ്യഖൂമ റജുൽ യുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നദരി റജുൽ. ഒരാൾ നമസ്കരിക്കുകയാണ്. അപ്പം തൻ്റെ നമസ്കാരം മറ്റൊരാൾ വീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, മറ്റൊരാൾ തൻ്റെ നമസ്കാരം നോക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അവൻ നമസ്കാരം ഭംഗിയാക്കുന്നു. അവൻ നമസ്കാരത്തിൽ ഖുശൂഅ് കൊണ്ടുവരുന്നു. നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവനാകുന്നു. അതാണ് നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റിയാഇനെ പറ്റി, ഈ ശിർക്കിനെ പറ്റി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ജനങ്ങൾക്ക് അവരുടെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോൾ ഓരോ ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പുണ്യം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകൾ കടന്നു വരും. ആരാധനയിൽ അല്ലാഹുവല്ലാത്തവരെ ലക്ഷ്യം വെച്ച, അല്ലാഹുവല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ച ആളുകൾ പരലോകത്ത് കടന്നു വരും. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ. നിങ്ങൾ ദുനിയാവിൽ ആരെ കാണിക്കാൻ വേണ്ടിയാണോ, ആരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ കർമ്മങ്ങൾ ചെയ്തത്, അവരുടെ അടുക്കലേക്ക് പോ, എന്നിട്ട് അവരിൽ നിന്ന് നിങ്ങളുടെ പ്രതിഫലം വാങ്ങിക്കൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിർക്ക് ചെയ്ത ആളുകളോട് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരം ആളുകളെ കാണിക്കാനാണെങ്കിൽ, ജനങ്ങൾക്കിടയിലുള്ള പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് നമ്മുടെ നമസ്കാരമെങ്കിൽ, പരലോകത്ത് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ ആരെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചോ അവരുടെ അടുക്കലേക്ക് പോയി നിൻ്റെ പ്രതിഫലം വാങ്ങിക്കോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും. നമ്മുടെ ദാനധർമ്മങ്ങൾ അത് നമുക്ക് സൽകീർത്തി നേടിത്തരാൻ വേണ്ടിയാണ് നാം നൽകിയതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അല്ലാഹു പറയും, നീ ആരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണോ സ്വതക്ക ചെയ്തത് അവരുടെ അടുക്കലേക്ക് പോയി നിൻ്റെ പ്രതിഫലം, അവരിൽ നിന്ന് നിൻ്റെ പുണ്യം വാങ്ങിക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന നിർഭാഗ്യകരമായ അവസ്ഥ ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തരണം ചെയ്യേണ്ടി വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസുകളെ ഭയന്നുകൊണ്ട്, ഗോപ്യമായ ശിർക്കിനെ ഭയന്നുകൊണ്ട്, റിയാഇനെ ഭയന്നുകൊണ്ട് നന്മകൾ നഷ്ടപ്പെടുത്തുന്ന, ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം നമുക്കുണ്ടാകരുത്. ലോകമാന്യതയെ ഭയന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, പ്രവർത്തനങ്ങളിൽ ഇബാദത്തുകളിൽ അമാന്തം കാണിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നന്മകൾക്ക് അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വ്യഗ്രത കാണിക്കണം. ദാനധർമ്മങ്ങൾക്ക് നമുക്ക് അവസരം ലഭിച്ചാൽ, പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, നിരാലംബർക്ക് സഹായം നൽകാൻ നമുക്ക് അവസരം ലഭിച്ചാൽ ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കാൻ, മറ്റു ആരാധനകൾ അനുഷ്ഠിക്കാൻ നമുക്ക് അവസരം ലഭിച്ചാൽ ആ അവസരത്തെ നമ്മൾ പാഴാക്കി കളയാതെ അതിനെ കൃത്യമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അറഅയ്ത അർറജുൽ അല്ലദീ യഅമലുൽ അമല മിനൽ ഖൈർ വയഹ്മദുഹു അന്നാസു അലൈഹി. ഒരു വ്യക്തി അയാളൊരു സൽക്കർമ്മം ചെയ്തു. ആ പ്രവർത്തനം കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ്, അള്ളാഹുവിൽ നിന്നുള്ള പുണ്യം മാത്രമാണ് അയാൾ കൊതിക്കുന്നത്. പക്ഷേ ആളുകൾ അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്, ആളുകൾ അദ്ദേഹത്തെ പറ്റി നല്ലത് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അവസ്ഥ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, തിൽക ആജിലു ബുശ്റൽ മുഅ്മിൻ. അതൊരു മുഅ്മിനിന്, ഒരു സത്യവിശ്വാസിക്ക് ഈ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന സന്തോഷമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനം, നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മവും അത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. എന്നിട്ട് ആര് നമ്മെ പ്രശംസിച്ചാലും, ആര് നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ നമുക്കൊരു പ്രശ്നവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ ആളുകൾ പ്രശംസിക്കുകയാണെങ്കിൽ അവൻ്റെ ഉദ്ദേശം ആത്മാർത്ഥമായിട്ടും അവൻ്റെ ഉദ്ദേശം കലർപ്പില്ലാത്തതായിട്ടും ആളുകൾ അവനെ പ്രശംസിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനം അത് സ്വീകരിച്ചതിൻ്റെ അടയാളമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെട്ടതിൻ്റെ അടയാളമാണ് ആ അംഗീകാരമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മകൾക്ക് അവസരം ലഭിക്കുമ്പോൾ റിയായിനെ ഭയന്നുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്താതെ ഇഖ്ലാസോടുകൂടി ആ നന്മയിൽ, ആ സുഹൃതത്തിൽ വ്യഗ്രത കാണിക്കാൻ, തിടുക്കം കാണിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഖ്ലാസിനെ മുറുകെ പിടിക്കാൻ, ഇഖ്ലാസ് കൈമോശം വന്നു പോകരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. സത്യപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു. മനുഷ്യർക്കുള്ള മാർഗദർശനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചു. ആ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു അവതരിപ്പിച്ചു. അത് അല്ലാഹു പ്രവാചകന് നൽകിയ വലിയൊരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നന്ദി കാണിക്കാൻ പറയുന്നത് ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ ആരാധിക്കാനാണ്, ഇഖ്ലാസ് കൊണ്ട് അല്ലാഹുവോട് നന്ദി കാണിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. മറ്റു സൂക്തങ്ങളിൽ പറയുന്നു, ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അല്ലാഹു എന്നോട് ആഹ്വാനം ചെയ്തത് ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ പ്രവാചകൻ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, ഒരുപാട് കേട്ട് പരിചയിച്ച ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ നിയ്യത്തിനെ പരിഗണിച്ചാണ്, ആ പ്രവർത്തനത്തിലുള്ള നമ്മുടെ ഇഖ്ലാസിനെ പരിഗണിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നത്, ആ പ്രവർത്തനത്തെ അല്ലാഹു സ്വീകരിക്കുന്നത്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ ആളുകൾക്കും അവരെന്താണോ ഉദ്ദേശിച്ചത്, അവർ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് അവരാഗ്രഹിക്കുന്നത്, അവർ കൊതിക്കുന്നത്, അവർ മോഹിക്കുന്നത് എന്താണോ അതവർക്ക് ലഭിക്കും. ശേഷം പ്രവാചകൻ വിശദീകരിക്കുന്നു, ഫമൻ കാനത്തിൽ ഹിജ്റ ഇലല്ലാഹി വറസൂലിഹി ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ആഹ്വാനത്തിന് വഴിപ്പെട്ടുകൊണ്ട് തൻ്റെ മതത്തിൻ്റെ രക്ഷാർത്ഥം മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്തു കഴിഞ്ഞാൽ അവനതിൻ്റെ പ്രതിഫലമുണ്ട്, പുണ്യമുണ്ട്. ഒമൻ കാനത് ഹിജ്റതുഹു ലിദുന്യാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി.
ആരെങ്കിലും ഹിജ്റ പോകുന്നത്, ഇസ്ലാമിക പ്രദേശത്തേക്ക് പലായനം ചെയ്തു പോകുന്നത് കച്ചവട ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ, മറ്റ് ഭൗതികമായ നേട്ടങ്ങൾ കരഗതമാക്കാൻ വേണ്ടിയാണെങ്കിൽ, സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ്റെ ഹിജ്റ ആ കച്ചവടത്തിന് വേണ്ടിയാണ്, അവൻ്റെ ഹിജ്റ ആ പെണ്ണിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ ഹിജ്റ ആവശ്യമില്ല. ആ ഹിജ്റക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകില്ല. പ്രിയപ്പെട്ടവരെ, ഹിജ്റ എന്നുള്ളത് വലിയ പ്രയാസകരമായ, ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ജനിച്ച് വളർന്ന നാടിനെ ഉപേക്ഷിക്കണം, പാർപ്പിടത്തെ വീടിനെ ഉപേക്ഷിക്കണം, താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഒഴിവാക്കണം, ജോലിയെ നഷ്ടപ്പെടുത്തണം, ഒരുപക്ഷേ കുടുംബത്തെ എല്ലാം വിട്ടേച്ചു പോകണം. ഇത്തരത്തിൽ പ്രയാസകരമായ ഹിജ്റയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലക്ഷ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പുണ്യത്തെ ആഗ്രഹിക്കുന്നതോടൊപ്പം ഭൗതികപരമായ നേട്ടങ്ങളെ ആഗ്രഹിച്ചതുകൊണ്ട് ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത്രയേറെ തീവ്രമായ പ്രയാസകരമായ പ്രവർത്തനം ആവശ്യമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, റുബ്ബ അമലിൻ സഗീരിൻ തുഅദ്ദിമുഹു നിയ്യ, ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, മനുഷ്യൻ നിസ്സാരമായി കാണുന്ന പ്രവർത്തനങ്ങൾ, നിയ്യത്ത്, അവൻ്റെ ഇഖ്ലാസ് ആ പ്രവർത്തനത്തെ വമ്പിച്ച പ്രവർത്തനമാക്കി, ഭീമമായ പ്രതിഫലത്തിന് അർഹതയുള്ള പ്രവർത്തനങ്ങളാക്കി ഇഖ്ലാസ് മാറ്റിയെടുക്കും, നിയ്യത്ത് മാറ്റിയെടുക്കും. വറുബ്ബ അമലിൻ കസീരിൻ തുസഗ്ഗിറുഹു നിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലങ്ങൾ, വമ്പിച്ച പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്ത പ്രവർത്തനം നമ്മുടെ നിയ്യത്തിലെ പിശക് കൊണ്ട്, നമ്മുടെ ഇഖ്ലാസിലെ വീഴ്ച കൊണ്ട്, സ്ഖലിതങ്ങൾ കൊണ്ട് ആ പ്രവർത്തനം ഒന്നുമല്ലാതെ പ്രതിഫലത്തിന് അർഹമല്ലാത്ത പ്രവർത്തനമായി കൊണ്ട് മാറുമെന്ന് മഹാനായ പണ്ഡിതൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഉദ്ദേശം ഭൗതിക നേട്ടമാണെങ്കിൽ, ആ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളത് ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 1 രൂപ ചെലവഴിക്കുന്ന വ്യക്തിയാണ്. നിർബന്ധവും ഐച്ഛികവുമായ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്ന വ്യക്തി, അദ്ദേഹം ഭൗതികമായ നേട്ടങ്ങളാണ് കൊതിക്കുന്നതെങ്കിൽ, ആളുകളുടെ പ്രശംസയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായ വ്യക്തി നിർബന്ധമായ കാര്യങ്ങൾ മാത്രം ഇഖ്ലാസോടുകൂടി, പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അമലുകളുടെ ആധിക്യമല്ല, പ്രവർത്തനങ്ങളുടെ ആധിക്യമല്ല നമ്മൾ നോക്കേണ്ടത്. ആ പ്രവർത്തനത്തിൽ നമുക്ക് എത്രമാത്രം ഇഖ്ലാസ് ഉണ്ട്, നമുക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, ആ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം, പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ്, അവൻ നമ്മളോട്, മനുഷ്യരോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ്. അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾക്ക് പോലും, നമ്മുടെ നല്ല തീരുമാനങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകാമെന്ന്, പുണ്യം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരടിമ രോഗിയായി അല്ലെങ്കിൽ അവൻ യാത്രയിലാണ്. രോഗിയാകുമ്പോൾ ആരോഗ്യമുള്ളവനെ പോലെ ആരാധനകൾ ചെയ്യാൻ സാധിക്കില്ല. യാത്രയിലാകുമ്പോൾ നാട്ടിലുള്ളവനെ പോലെ പൂർണ്ണമായി ആരാധനകളിൽ ഏർപ്പെടാൻ, ഇബാദത്തുകളിൽ മുഴുകാൻ സാധിക്കില്ല. പക്ഷേ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹ, അവൻ ആരോഗ്യമുള്ള അവസ്ഥയിൽ, അവൻ നാട്ടിലായിരിക്കുമ്പോൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, ആ പ്രവർത്തനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പ്രതിഫലം നൽകുമോ അതേ പ്രതിഫലം അവൻ രോഗിയായിരിക്കുമ്പോൾ, അവൻ യാത്രയിലായിരിക്കുമ്പോൾ നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
നമ്മൾ സ്ഥിരമായി നമസ്കരിക്കുന്നവരാണെങ്കിൽ, സ്ഥിരമായി 5 നേരത്തെ നമസ്കാരം മുടങ്ങാതെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നവരാണെങ്കിൽ, പിന്നീട് നമുക്കതിന് സാധിക്കാതെ വന്നാലും 5 നേരം പള്ളിയിൽ പോയി നമസ്കരിച്ചതിൻ്റെ പൂർണ്ണ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രേഖയിൽ രേഖപ്പെടുത്തും. നമുക്ക് സാധിക്കുന്ന കാലത്ത്, നമുക്ക് കഴിയുമ്പോൾ ഐച്ഛികമായ സുന്നത്ത് നമസ്കാരങ്ങൾ, ഐച്ഛികമായ കർമ്മങ്ങൾ നിർവഹിച്ചവരാണ് നമ്മളെങ്കിൽ, പിന്നീട് നമുക്കതിന് ബുദ്ധിമുട്ടുള്ള കാലത്ത്, അതിന് സാധിക്കാതെ വരുമ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചതിൻ്റെ പൂർണ്ണ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നമുക്ക് ശേഷിയുള്ളപ്പോൾ, സാമ്പത്തികമായി മെച്ചമുള്ളപ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വൈമനസ്യമില്ലാതെ, മനപ്രയാസമില്ലാതെ ചെലവഴിച്ചവരായിരുന്നു നമ്മളെങ്കിൽ, പിന്നീട് നമുക്കതിന് സാധിക്കാതെ വന്നാലും, നമുക്കതിന് ബുദ്ധിമുട്ട് വന്നാലും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിച്ചതിൻ്റെ പൂർണ്ണ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, അത്രയേറെ കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തബൂക്ക് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ബുദ്ധിമുട്ട്, ഏറെ പ്രയാസം നേരിട്ടൊരു യുദ്ധമാണ്. ശാരീരികമായും സാമ്പത്തികമായും തളർച്ച ബാധിച്ച ഒരു യുദ്ധമാണ്. മുസ്ലിങ്ങൾക്കെല്ലാം പട്ടിണിയാണ്. സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലാണ് മുസ്ലിങ്ങൾ. ആ ഒരു സാഹചര്യത്തിലാണ് തബൂക്ക് യുദ്ധം സംഭവിക്കുന്നത്. ആ യുദ്ധത്തിൽ ഒരുപാട് സ്വഹാബത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കണം. സ്വഹാബാക്കളിൽ ചിലർക്ക് ആ യുദ്ധത്തിൽ പങ്കുകൊള്ളാൻ സാധിച്ചില്ല. അവർക്ക് ന്യായമായ കാരണമുണ്ടായിരുന്നു. രോഗം കാരണം, പ്രയാസം കാരണം പ്രവാചകൻ്റെ കൂടെ യുദ്ധത്തിലേർപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ തബൂക്കിൽ നിന്ന് മടങ്ങി വരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെയുണ്ടായിരുന്ന അനുചരന്മാരോട് പറയുന്നുണ്ട്, ഇന്ന ബിൽ മദീനത്തി ലരിജാല. സ്വഹാബ, മദീനയിൽ കുറച്ച് ആളുകളുണ്ട്, മദീനയിൽ കുറച്ച് സ്വഹാബാക്കളുണ്ട്. മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയ ഇല്ലാ കാനൂ മഅകും. നിങ്ങൾ ഒരു വഴിയും സഞ്ചരിച്ചിട്ടില്ല, നിങ്ങളൊരു താഴ്വരയും മുറിച്ചു കടന്നിട്ടില്ല, അവർ നിങ്ങളോടൊപ്പമില്ലാതെ. നിങ്ങൾ നേടിയ അതേ പ്രതിഫലം മദീനയിലിരിക്കുന്ന ആ സ്വഹാബത്ത് നേടിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഹബസഹുമുൽ ഉദ്ർ. അവർക്ക് തടസ്സമായത്, യുദ്ധത്തിന് വരാൻ അവർക്ക് പ്രയാസകരമായത് ന്യായമായ കാരണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മദീനയിലുള്ള സ്വഹാബത്ത് പ്രവാചകൻ്റെ കൂടെ തബൂക്കിലേക്ക് സഞ്ചരിച്ചിട്ടില്ല. ആ പോകുന്ന വഴിയിൽ നേരിട്ട ബുദ്ധിമുട്ടുകളൊന്നും ആ സ്വഹാബത്ത് നേരിട്ടില്ല. വഴിയിൽ അഭിമുഖീകരിച്ച ഒരു പ്രയാസവും മദീനയിലിരിക്കുന്ന സ്വഹാബത്തിനുണ്ടായിട്ടില്ല. പ്രവാചകനോടൊപ്പം വാളേന്തി യുദ്ധം ചെയ്യാൻ അവരുണ്ടായിട്ടില്ല. യുദ്ധത്തിൻ്റെ ഭൂമിയിൽ അവർ പങ്കുകൊണ്ടിട്ടില്ല. പക്ഷേ അവരുടെ നിയ്യത്ത്, അവരുടെ ഉദ്ദേശം, അവരുടെ ആഗ്രഹം, ആത്മാർത്ഥമായ കലർപ്പില്ലാത്ത ഇഖ്ലാസ്, ആ ഇഖ്ലാസ് കൊണ്ട് അവർക്ക് പ്രതിഫലം കിട്ടി. അവരുടെ നിയ്യത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഉദ്ദേശങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനത്തിലുള്ള സ്വാധീനം, ഇഖ്ലാസിൻ്റെ പ്രാധാന്യം, അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന അവ്വലന്നാസ് യുഖ്ദാ യൗമൽ ഖിയാമത്തി അലൈഹി. നരകത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഭയാനകരമായ അസഹ്യമായ ആ നരകത്തിലേക്ക്, മനുഷ്യന് താങ്ങാൻ സാധിക്കാത്ത ആ നരകത്തിലേക്ക് മനുഷ്യരിൽ നിന്ന് ആദ്യമായി എറിയപ്പെടുന്ന വിഭാഗങ്ങളെപ്പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമതായി പ്രവാചകൻ എണ്ണിയത് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് വാദിക്കുന്ന, എന്നിട്ട് തോന്നിയ പോലെ ദുനിയാവിൽ ജീവിച്ച ആളുകളെയല്ല, മറിച്ച് ഒന്നാമതായി പ്രഥമമായി നരകത്തിലേക്ക് എറിയപ്പെടുന്ന വിഭാഗം റജുലുൻ ഉസ്തുഷ്ഹിദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ, രക്തസാക്ഷിത്വം വരിച്ചവരാണ്.
ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ. ആ ഷഹീദിനെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അയാളെ അറിയിക്കും. അതെല്ലാം ആ വ്യക്തി അംഗീകരിക്കും. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കും, ഫമാ അമിൽത ഫീഹ, ഞാൻ തന്ന ഈ അനുഗ്രഹം കൊണ്ട് താങ്കൾ എന്താണ് ചെയ്തത്? അദ്ദേഹം പറയും, ഖാതൽതു ഫീക് ഹത്ത സ്തുഷ്ഹിത്. അള്ളാഹുവെ, നീ തന്ന അനുഗ്രഹം കൊണ്ട് നിൻ്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവനെ ഞാൻ നിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രക്തസാക്ഷിത്വം ഞാൻ വരിച്ചിട്ടുണ്ട്. ഞാൻ ഷഹീദായിട്ടുണ്ട് നാഥാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയും, കദബ്ത്, നീ പറഞ്ഞത് കള്ളമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെട്ടേറ്റ് മരണപ്പെട്ട വ്യക്തിയോട് അള്ളാഹ് പറയുകയാണ്, കദബ്ത്, നീ പറഞ്ഞത് കള്ളമാണ്. വലാകിന്നക ഖാതൽത് ലിഅൻ യുഖാല ജരീഉൻ, മറിച്ച് നീ യുദ്ധം ചെയ്തത്, വാളുമേന്തി ശത്രുക്കൾക്കെതിരെ നീ പോരാടിയത്, നീ ഒരു ധീരനാണ് എന്ന് പറയാനാണ്, നീ ധൈര്യശാലിയാണെന്ന് പറയാനാണ്, നീ നിർഭയനാണെന്ന് പറയാനാണ്. ഫഖദ് ഖീൽ, അത് ദുനിയാവിൽ പറഞ്ഞു കഴിഞ്ഞു. നീ ആഗ്രഹിച്ചത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. നിന്നെപ്പറ്റി ആളുകൾ പറഞ്ഞു, നീ ധീരനാണെന്ന് പറഞ്ഞു, നീ ധൈര്യശാലിയാണെന്ന് ആളുകൾ പറഞ്ഞു. സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയെ മുഖത്തിലൂടെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് എറിയാൻ മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. രണ്ടാമത്തെ വിഭാഗം, വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ. ഇൽമ് പഠിച്ചവരാണ്, അള്ളാഹുവിൻ്റെ വിജ്ഞാനം പഠിച്ചവരാണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തവരാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവരാണ്. ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ. അവർ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അവരെ അറിയിക്കും. അതെല്ലാം അവർ അംഗീകരിക്കും. ശേഷം അള്ളാഹു ചോദിക്കും, ഫമാ അമിൽത ഫിഹ, ഈ ലഭിച്ച അനുഗ്രഹം കൊണ്ട് താങ്കൾ എന്താണ് പ്രവർത്തിച്ചത്? ആ വ്യക്തി പറയും, അറിവ് പഠിച്ച, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആ വ്യക്തി പറയും, അല്ലാഹുവേ, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആൻ. അല്ലാഹ്, ഞാൻ നിൻ്റെ അറിവ് പഠിച്ചിട്ടുണ്ട്, ഖുർആൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഹദീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് മറ്റുള്ളവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്ക് വേണ്ടി നിൻ്റെ പുണ്യം പ്രതീക്ഷിച്ച് നിൻ്റെ മാർഗത്തിൽ ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയോട് അല്ലാഹ് പറയുന്നത്, കദബ്ത്, നീ പറയുന്നത് കള്ളമാണ്. വലാകിന്നക തഅല്ലംതൽ ഇൽമ ലിയുഖാല ആലിമുൻ വഖറഅതൽ ഖുർആന ലിയുഖാല ഹുവ ഖാരിഉൻ. നീ അറിവ് പഠിച്ചത് ആളുകൾ നിന്നെപ്പറ്റി നീ ഒരു പണ്ഡിതനാണെന്ന് പറയാനാണ്. അവൻ ഒരുപാട് അറിവുണ്ട്, ദീനിൽ അവഗാഹതയുണ്ട് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ വിജ്ഞാനം കരസ്ഥമാക്കിയത്. നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്, നിന്റെ പാരായണം മനോഹരമാണ് എന്ന്, സുന്ദരമായി കൊണ്ട് പാരായണം ചെയ്യുന്നവനാണ് നീ എന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയും. സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ. മുഖത്തിലൂടെ വലിച്ചിഴച്ച് ആ വ്യക്തിയെ നരകത്തിലേക്ക് എറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കും. മൂന്നാമത്തെ വിഭാഗം, വറജുലുൻ വസ്സഅ അല്ലാഹു അലൈഹി വഅഅതാഹു മിൻ അസ്നാഫിൽ മാലി കുല്ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് നൽകിയ വ്യക്തിയാണ്. അല്ലാഹു പണം നൽകി അനുഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൊണ്ടുവരും. അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അദ്ദേഹത്തെ ബോധിപ്പിക്കും, അതെല്ലാം അദ്ദേഹം അംഗീകരിക്കും. ശേഷം അദ്ദേഹത്തോട് ചോദിക്കും, ഫമാ അമിൽത ഫിഹ, ഇതുകൊണ്ട് താങ്കൾ എന്താണ് ചെയ്തത്? അദ്ദേഹം പറയും, മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫിഖ ഫീഹാ ഇല്ലാ അൻഫഖ്തു ഫീഹാ ലക്. അല്ലാഹുവേ, നീ എവിടെയെല്ലാം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു, എവിടെയെല്ലാം പണം ചെലവഴിക്കണമെന്ന് നീ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ പണം ചെലവഴിച്ചിട്ടുണ്ട്. പാവങ്ങൾക്ക് ഞാൻ പണം നൽകിയിട്ടുണ്ട്, അഗതികൾക്ക് ഞാൻ പണം നൽകിയിട്ടുണ്ട്, നിരാലംബരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയും, കദബ്ത്, നീ പറഞ്ഞത് കളവാണ്.
വലാകിന്നക ഫഅൽത ലിയുഖാല ഹുവ ജവാദ്. നീ അത്തരത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്തത്, സ്വതക്കകൾ നൽകിയത്, നീ ഒരു ഉദാരനാണ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് ചെലവഴിക്കുന്നവനാണ് എന്ന് ആളുകൾ നിന്നെപ്പറ്റി പറയാൻ വേണ്ടിയാണ് നീ അതെല്ലാം ചെലവഴിച്ചത്. ഫഖദ് ഖീൽ, ദുനിയാവിൽ വെച്ച് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, നിന്നെപ്പറ്റി ആളുകൾ അതെല്ലാം പറഞ്ഞു. ثم أمر به فسحب على وجهه حتى ألقي في النار. മുഖത്തിലൂടെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് എറിയപ്പെടാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച വ്യക്തിയെ നരകത്തിലേക്ക് എറിയപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആവശ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ 3 വിഭാഗക്കാർ ചെയ്ത പ്രവർത്തനം നിസ്സാരമല്ല, വമ്പിച്ച പ്രതിഫലമുള്ള മഹത്തായ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തത്. ഒന്നാമത്തെ വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ശരീരത്തെ സമർപ്പിക്കാൻ തയ്യാറായവനാണ്. പക്ഷേ ഇഖ്ലാസിൽ വന്ന പിഴവ്, ഇഖ്ലാസിൽ പിഴവ് വന്നപ്പോൾ, സ്ഖലിതം സംഭവിച്ചപ്പോൾ ആ പ്രവർത്തനം ഒന്നുമല്ലാതായി. രണ്ടാമത്തെ വിഭാഗം നല്ല വരുമാനമുള്ള, നല്ല ശമ്പളമുള്ളൊരു ഉദ്യോഗത്തിന് വേണ്ടി പഠിച്ചവരല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വിജ്ഞാനം പഠിച്ചവരാണ്, അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചവരാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവരാണ്. ഒരു ഹർഫിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്ത വിഭാഗമാണവർ. പക്ഷേ ഇഖ്ലാസിൽ വീഴ്ച വന്നു, ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയി. ആ പ്രവർത്തനം അത് നിഷ്പ്രയോജനമായി. മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ നൽകിയവർ. അവർക്ക് പ്രയാസമുണ്ടായിരുന്നു, അവർക്ക് സമ്പത്തിന് ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചു. പക്ഷേ അവിടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു, ഇഖ്ലാസിൽ വീഴ്ച വന്നു. അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ ലക്ഷ്യമായി കണ്ടു, മറ്റുള്ളവരെ ഉദ്ദേശിച്ചു. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം യാതൊരു ഉപകാരവുമില്ലാത്ത നിഷ്പ്രയോജനമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റി ആലോചിക്കുക. എത്രമാത്രം ഇഖ്ലാസ് ഉൾക്കൊണ്ടതാണ് നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് നമ്മൾ പരിശോധിക്കണം. ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ആളുകൾ കാണാൻ വേണ്ടി, ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടി, ഞാൻ ചെയ്യാതിരുന്നാൽ ആളുകൾ എന്താണ് വിചാരിക്കുക, എന്നെപ്പറ്റി അവരെന്താണ് കരുതുക എന്ന ചിന്ത കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവനെന്നെപ്പറ്റി നല്ലത് പറയട്ടെ എന്ന ആലോചന നമുക്കുണ്ടെങ്കിൽ, പരലോകത്ത് നമ്മുടെ അവസ്ഥ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ ആലോചിക്കുക. ഇഖ്ലാസ് ഇല്ലാത്തവരുടെ അവസ്ഥ അള്ളാഹു പറയുകയാണ്, ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളെ പാറിക്കളിക്കുന്ന ധൂളികളെപ്പോലെ ആക്കി തീർക്കും. ഒരുപാട് നമസ്കാരങ്ങളുണ്ടായിരുന്നു, സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നു, രാത്രി നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, നോമ്പനുഷ്ഠിച്ചിരുന്നു, തിങ്കളും വ്യാഴവും സുന്നത്തായ നോമ്പനുഷ്ഠിച്ചിരുന്നു, സ്വതക്കകൾ നൽകിയിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു, ഉംറ ചെയ്തിരുന്നു, രോഗിയെ സന്ദർശിച്ചിരുന്നു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിരുന്നു, അഗതികളെ സഹായിച്ചിരുന്നു. പക്ഷേ ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. പ്രിയപ്പെട്ടവരെ, കേവലം ധൂളികളെപ്പോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കും. അതുകൊണ്ട് ഇഖ്ലാസ് എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്, ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെയാണ്. ഇഖ്ലാസ് ആവശ്യമില്ലായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇഖ്ലാസ് ആവശ്യമുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിച്ചത്. ഇഖ്ലാസ് ആവശ്യമുള്ളത് കൊണ്ടാണ് പ്രവാചകൻ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തത്. ഇഖ്ലാസ് ആവശ്യമുള്ളത് കൊണ്ടാണ് ബദർ നടന്നത്, ഉഹദ് നടന്നത്, മറ്റ് യുദ്ധങ്ങൾ നടന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ലൗ നഫഅൽ അമലു ബിലാ ഇഖ്ലാസ്
ഇഖ്ലാസ് ഇല്ലാതെ അമലുകൾ ഉപകരിക്കുമായിരുന്നെങ്കിൽ, ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് ഉപകാരം ലഭിക്കുമായിരുന്നെങ്കിൽ, അതുകൊണ്ട് നേട്ടമുണ്ടാകുമായിരുന്നെങ്കിൽ, ലമാ ദമ്മല്ലാഹുൽ മുനാഫിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖീങ്ങളെ ആക്ഷേപിക്കുമായിരുന്നില്ല എന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് അനിവാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഖ്ലാസാണ്. നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി, നമ്മുടെ പരമപ്രധാന ലക്ഷ്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവിശാലമായ അനുഗ്രഹപൂർണമായ സ്വർഗം, അത് കരസ്ഥമാക്കാൻ ഇഖ്ലാസ് അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ റബ്ബിൻ്റെ, നമ്മുടെ സൃഷ്ടാവിൻ്റെ പുണ്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, നാളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്, നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്ന ആ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ, പ്രവർത്തന നിരതരാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബുദ്ധിമുട്ടുകളെല്ലാം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അവസാനമായി ഉച്ചരിച്ചുകൊണ്ട് വിട പറയാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.